കണ്ണൂർ കല്യാട് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും മോഷണം പോയ കേസിൽ അന്വേഷണം പ്രതിസന്ധിയിൽ. കൊല്ലപ്പെട്ട ദർശിതയും സുഹൃത്തും ചേർന്നാണ് കവർച്ച നടത്തിയതെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ദർശിതയെ കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് സിദ്ധരാജു കർണാടകയിൽ റിമാൻഡിലായതാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെ കാര്യങ്ങളിൽ ഇനി വ്യക്തത വരാനുണ്ട്? ഈ മോഷണം നടത്തിയത് ആരാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൃത്യമായൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ അരുൺ? ഉന്മേഷ്, ഈ ദർശിതയുടെ ഭർത്തൃ കുടുംബം ഇന്നലെ ആരോപിച്ചത് ഈ ദർശിതയാണ് ഈ സ്വർണവും അതോടൊപ്പം തന്നെ പണവും ഈ സിദ്ധരാജുവിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആ വീട്ടിൽ നിന്ന് എടുത്ത് കർണാടകയിലേക്ക് കൊണ്ടുപോയതെന്നാണ് ഈ ഭർത്തൃ കുടുംബം ആരോപിച്ചിരുന്നത്. പോലീസിന്റെയും പ്രാഥമികമായിട്ടുള്ള നിഗമനം അങ്ങനെയായിരുന്നു. അതിനുശേഷം ഈ സ്വർണവും പണവും പൂർണ്ണമായും കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് സിദ്ധരാജു ഈ ദർശിതയെ ലോഡ്ജ് മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയതെന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ പോലീസിന് അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ദർശിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഈ സിദ്ധരാജു നിലവിൽ ഇപ്പോൾ കർണാടകയിൽ റിമാൻഡിലാണ്. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ് റിമാൻഡിന് മുമ്പ് കേരള പോലീസിന് കഴിഞ്ഞത്. ആ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ ഈ മോഷണം നടത്തിയെന്ന് സമ്മതിച്ചിട്ടില്ല. അത്തരത്തിൽ ഈ മോഷണത്തെ പറ്റി സ്വർണവും പണവും എടുത്തു വരാനോ അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യവും തനിക്കറിയില്ല എന്നതാണ് ഈ സിദ്ധരാജു പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. പക്ഷെ വിശദമായി ചോദ്യം ചെയ്യാൻ കേരളത്തിലുള്ള പോലീസ് സംഘത്തിന് സാധിച്ചിട്ടില്ല. അത് പ്രതി അവിടെ റിമാൻഡിലാണ്. ഇനി അവിടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കേരള പോലീസ് കസ്റ്റഡിയിലൊക്കെ വാങ്ങണം. അതിന് താമസം എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ നഷ്ടപ്പെട്ട സ്വർണവും ഈ പണവും ഒന്നും വീണ്ടെടുക്കാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മോഷണം നടത്തിയത് ഇവരാണ് എന്ന് സ്ഥിരീകരിക്കാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി എന്നുള്ളത്. എന്തായാലും അതിന് ഈ സിദ്ധരാജുവിനെ തന്നെ വിശദമായി ചോദ്യം ചെയ്യണം. ഇന്നലെ ഈ ദർശിതയുടെ കുടുംബം പറഞ്ഞത് ദർശിത ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 3 ബാഗുകളുമായാണ് ഇറങ്ങിയത്. അത് ഓട്ടോറിക്ഷ തൊഴിലാളി ഉൾപ്പെടെ അത് ദൃക്സാക്ഷിയാണ്. അത് സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കർണാടകയിലെ ഹുൻസൂരിൽ ദർശിതയുടെ വീട്ടിലെത്തിയ ഘട്ടത്തിൽ അവിടെ 2 ബാഗ് മാത്രമേ എത്തിയിട്ടുള്ളൂ. അവിടെ 2 ബാഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബാഗ് എവിടെ പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവണം. ആ ബാഗിലായിരിക്കാം ഈ സ്വർണവും പണവും സൂക്ഷിച്ചത്. അത് പിന്നീട് ഈ സിദ്ധരാജു തട്ടിയെടുത്ത് ഈ ദർശിതയെ കൊലപ്പെടുത്തിയതാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണത്തിൽ തന്നെയാണ് ഈ ദർശിതയുടെ ഭർത്തൃ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. കാരണം ഈ മോഷണം സംബന്ധിച്ച് സ്ഥിരീകരിക്കാൻ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. ദർശിതയെ കൊലപ്പെടുത്തിയത് സിദ്ധരാജു തന്നെയാണെന്ന് സിദ്ധരാജു സമ്മതിച്ചു. അതേ തുടർന്നാണ് അയാളെ റിമാൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ചേർന്നത് അരുൺ പൂപ്പറമ്പയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.